ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടേക്കുന്ന സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയേക്കുന്ന പെപ്പർ ചിക്കനും പിന്നെ എഗ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പീസാണ്. നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന 1 കിലോ ചിക്കൻ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടങ്ങ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിനും കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ തന്നെ അങ്ങ് മാറ്റി വെക്കാം. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ പെപ്പർ ചിക്കനിലേക്ക് വേണ്ട ആ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്ത് കടായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 റെഡ് ചില്ലി, പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ല് വരും. അതേപോലെ അത്യാവശ്യം നല്ലതുപോലെ വാടി കളറൊക്കെ മാറി വരും. ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം കളറൊക്കെ മാറി നല്ലതുപോലെ അത് ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം പൊടിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പെപ്പർ ചിക്കനിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 3 ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉള്ളി വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ. ഇതുപോലെ ആക്കിയിട്ടിട്ട് അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നീട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് അങ്ങ് വേവിക്കണം. മിനിമം ഒരു 40 to 50% ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ അടച്ചു വെച്ചൊന്ന് വേവിക്കണേ. കാരണം ഇത് ടെൻഡർ ചിക്കൻ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുക്കും വേവാനായിട്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കരുത്, കാരണം ഓൾറെഡി ചിക്കനിൽ ഉപ്പുണ്ട്. അതേപോലെ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിൽ ഇനി ഉപ്പ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. കുറച്ചധികം സമയം, ഏകദേശം ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ഒരു 40% ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതാകുമ്പം ഏകദേശം ഒന്ന് അരഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് പുളി ഇല്ലാത്ത തക്കാളിയാണ്. നിങ്ങൾ തക്കാളിക്ക് പുളി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ലെമണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനിയെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ എല്ലാ ചിക്കനിലും ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ, ഒന്ന് പുരട്ടി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴേക്കും ചിക്കനിലെ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഇറങ്ങി വന്നോളും. അതേപോലെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80%ഓളം വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിലെ വെള്ളം എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാകത്തോളം എത്രത്തോളം വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സമയത്ത് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി ആ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എത്രയാ ചിക്കൻ എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ മതിയായിരുന്നു. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അഥവാ പൊടി വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പൊടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇനി വേണം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പൊടി ഇട്ടതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഇരിക്കും തോറും ഒന്ന് ചെറുതായിട്ട് കുറുകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഇരിക്കും തോറും ഒന്നും കൂടി ഡാർക്ക് ആവുകയും ചെയ്യും. അതേപോലെ കുറച്ചും കൂടി ഗ്രേവി ഒന്ന് കട്ടിയായി കിട്ടുകയും ചെയ്യും, തിക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 80% കുക്കായിട്ടുണ്ട്. ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ. ഈ ഒരു പരുവമായി കിട്ടിക്കോട്ടെ, മതിയാവും. ഇപ്പോൾ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. അതേപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ കളറ്. ഏറ്റവും ലാസ്റ്റിൽ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ മസാല റെഡിയാണ്. ഈ ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പെപ്പർ ചിക്കൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും ചേർന്ന് പോകുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഈവൻ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസും ചേർക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പേസ്റ്റിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്, വലിയൊരു സൈസ് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മാറി നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാ ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തക്കാളിയാണോ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു പുളിയുണ്ട്, ഒരുപാട് പുളിയില്ല, എന്നാൽ അത്യാവശ്യം ചെറുതായിട്ട് പുളിയുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കണം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ത്രൂ ഔട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുന്നുണ്ട്. അതല്ലാതെ ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നമ്മൾ എങ്ങനെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടച്ചു വെക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുത്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നീട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കും. അതിപ്പോഴല്ല, ലാസ്റ്റിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തു. അതിന് പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റൈസ് എത്രയാണ് ചേർക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ അങ്ങ് ഇളക്കി എടുക്കുന്നില്ല, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ മുട്ട അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ട കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചോറ് ചേർക്കുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും എഗ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മുട്ടയൊക്കെ ഒരു 80% അല്ലെങ്കിൽ ഒരു 70% ഒക്കെ വെന്ത് നിൽക്കുന്ന സമയത്ത് ചോറ് അങ്ങ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം ആ റൈസിലൊക്കെ ആ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അല്ലാണ്ട് എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് വേകുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 70 to 80% ആയപ്പം റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോനാ മസൂരി റൈസാണ്. നമ്മുടെ സാധാരണ ഇവിടെ ചോറ് വെക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം ബാക്കി വരുന്ന ചോറുണ്ടല്ലോ, ആ ഒരു ചോറ് വെച്ചിട്ട് ഈ റൈസ് ഐറ്റം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചോറ് വെച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഗ് റൈസ് ഉണ്ടാക്കി എടുക്കാം. എന്നാലേ അത് പൊടിയായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കും, കണ്ടില്ല എത്ര ലൂസായിട്ട് കിട്ടുന്നുണ്ടെന്ന്. അത് കുറച്ചൊന്ന് തണുക്കണം, റൈസ് തണുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ. ഇതാ റൈസ് ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയെടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ പെർഫെക്റ്റ് ഒരു ഫ്രൈഡ് റൈസിൻ്റെ കളറും കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് റൈസ് റെഡിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി റെസിപ്പിയാണ്, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.